ഞങ്ങൾ റൂമിൽ ബൽദിയ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെക്കിങ്ങിന് ബൽദിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് എല്ലാവരും ഇറക്കി ഗൈസ്. ഞങ്ങളിതവിടെ ഓൺലൈനിൽ ഏതൊരു സ്ഥലത്ത് കൂടെ നടക്കണിതാ. നമ്മളെ ബായുണ്ട്, രണ്ടാൾക്കാർ മുന്നിൽ പോകുന്നുണ്ട്. എന്താണെന്നൊരു ഐഡിയ ഗൈസ്. ഇനി ഒരു 11 മണി വരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞ് നോക്കാം. കാരണം അവർ വന്ന് ചെക്കിങ്ങിൽ നമ്മളത് ഫാമിലി റൂമാണ്, അപ്പോൾ ബാച്ചിലേഴ്സിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്ത് പോകണ വരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അവിടേക്കിനൊക്കെ നടക്കണം. നല്ല കാറ്റുണ്ട്. മരുഭൂമി കാണുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ദിവസം നമ്മൾ പോയിട്ട് മരുഭൂമി കാണിച്ചു തന്നെയാണ് വൺ ഡേ. ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടി കയറിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് ഉറങ്ങാനും ഇതിനൊക്കെ നേരമുള്ളൂ. കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ശീലമാവും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് മലയാളം പോലും കുറച്ചറിയാം. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇതാണ് കണ്ട. ഇതിനുള്ളിലാണ് നമ്മളെ റൂം തന്നെ. ഇതൊക്കെ നമ്മളെ റൂമിൽ നമ്മളെ ഡ്യൂട്ടിയിലുള്ള നമ്മളെ ടീമിലുള്ള അതേ ഡ്യൂട്ടിക്കാരാണ്. അപ്പോൾ ബൽദിയ വന്ന് റൂമൊക്കെ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൂമിൽ കയറാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മരുഭൂമിയല്ല കേട്ടോ ഗൈസ്. മരുഭൂമി പോലത്തെ കുഞ്ഞ് എന്നൊക്കെ ദൂരെ കാണുന്നുണ്ട്. പുനീത് സിംഗ്, അതാണ് പുനീത് സിംഗ്, ചൈനീസ് മാസ്റ്റർ. ഹായ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മളെ ഈ മരം കണ്ടപ്പോഴേ നമ്മളെ കടപ്പുറത്തുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു മരം. ഇതേപോലത്തെ ഒരു തണൽ മരം ഉണ്ടല്ലേ നമ്മളെ കടപ്പുറത്ത്, അങ്ങനത്തെ ഒരു മരം. ഇത് പുളിമരമാണ് ഇവിടുത്തെ. പുളിമരം തന്നെയാണ്. നോക്കട്ടെ പുളി എന്തെങ്കിലും ഉണ്ടാകും നോക്കട്ടെ ഗൈസ്. പുളിയൊന്നും കാണാൻ കിട്ടണില്ല. പുളിമരമാണ് തോന്നുന്നു. പക്ഷെ ഇവിടെ നല്ല തണലുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയ വെയിലാണ്. വെയിലിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുമാണ്. കാറ്റടിക്കുന്നുണ്ട്. കാറ്റിൻ്റെ ഒപ്പം ഈ പൊടിമണൽ, ഈ മണലുണ്ടല്ലോ, ഈ പൊടിമണൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് തുറക്കാൻ കഴിയില്ല പൊടിമണൽ അടിച്ചിട്ട്. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് എല്ലാവരും കൂടി വന്നതാണ്. നമ്മളെ കടയിൽ ചായ ഉണ്ട്. എന്നിട്ട് ചായ കുടിക്കാൻ വേറെ കടയിൽ തന്നെയാണ്. അത് നമ്മളെ ഷോപ്പിൽ കൊണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് കുറേ നടക്കാണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങളിങ്ങനെ ഇവിടെ റൂമിൻ്റെ അടുത്തൊരു ചായക്കട ഉണ്ട്. അവിടെ വന്ന് ഇങ്ങനെ ചായ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്യും. സാധനം ബൽദിയ വന്ന് റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോയി. ഇനി നമുക്ക് റൂമിൽ പോവാം, കുറച്ച് നേരം കിടക്കുക. 6 മണിക്കാണ് നമുക്ക് ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര ടൈം എന്ന് അറിയാമോ? 11 മണി. നമ്മൾ രാവിലെ 8 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ 11 മണിയായ ടൈം. ഇനി റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആവുക, നേരെ കിടന്നുറങ്ങുക. എന്നിട്ട് 6 മണിക്കാവുമ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് തന്നെ പോകാം. 2 പേരതാ മുന്നിൽ പോകണം. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി ഇനിച്ച് കുളിച്ച് മാറ്റി ഫ്രഷായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായി. ഇതാണ് നമ്മളെ ലൊക്കേഷൻ തന്നെ. ഇതിലാണ് നമ്മളെ റൂം. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5:55 ആകുമ്പോൾ നമ്മൾ നേരെ മാറ്റി നേരെ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. അപ്പോൾ ടാറ്റാ.